നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. +2 അഴിമതിയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട BJPയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച്. സപ്ലൈ കോഡ് ആക്ട് 2014 പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള CITUവിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളയിൽ വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തി. മീൻചന്ത OB റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട CPIMന്റെ നേതൃത്വത്തിൽ ബഹുജന ധർണ നടത്തി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. +2 അഴിമതിയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. +2 അഴിമതിയിൽ സമഗ്ര അന്വേഷണം നടത്തുക, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് BJPയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് സ്വാർത്ഥതാൽപര്യത്തിന് വേണ്ടി തീരെഴുതി കൊടുക്കുന്ന അങ്ങേയറ്റം ദേശദ്രോഹപരമായ ഒരു പാരമ്പര്യവുമാണ് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി, ദശാബ്ദങ്ങളായി നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ കുത്തഴിഞ്ഞ പുസ്തകം പോലെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ള ആളുകളാണ് ഈ ഉമ്മൻചാണ്ടിയും ഈ വിദ്യാഭ്യാസ വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് ലീഗ് നേതാക്കന്മാർ കോടികൾ കൊള്ളയടിച്ച് നടത്തുന്ന ഈ കുംഭകോണത്തിന് അറുതി കൊടുക്കണം. അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഈ മേഖലയിൽ നടന്നിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണം, ഇതിനെ പുറത്താക്കണം ഈ മന്ത്രിയെ എന്ന ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ പ്രക്ഷോഭത്തിന്റെ മുന്നോടിയായി ഭാഗമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ സമരം നടത്തിയിട്ടുള്ളത്. ഉമ്മൻചാണ്ടി സർക്കാരും മുസ്ലിം ലീഗും ചേർന്ന് വിദ്യാഭ്യാസം കച്ചവടച്ചരക്കാക്കി മാറ്റുകയാണെന്നും +2 പട്ടിക അട്ടിമറിച്ചതോടെ മുസ്ലിം ലീഗ് നേതാക്കൾ കോടികൾ വാങ്ങിയതായും അദ്ദേഹം ആരോപിച്ചു. രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് PK പ്രകാശ് ബാബു, ജയ സദാനന്ദൻ, EP സുരേഷ്, ഗിരീഷ് K വള്ളി, രമണിബായ്, MT ശശീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സപ്ലൈ കോഡ് ആക്ട് 2014 പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള CITUവിന്റെ നേതൃത്വത്തിൽ വെള്ളയിൽ വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തി. CITU ജില്ലാ പ്രസിഡന്റ് VP കുഞ്ഞികൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സപ്ലൈ കോഡ് ആക്ട് 2014 പിൻവലിക്കുക, സംസ്ഥാനത്ത് വൈദ്യുതി മേഖല നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള CITUവിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളയിൽ വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തിയത്. മുതലക്കുളത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് വൈദ്യുതി ഭവന് മുന്നിൽ പോലീസ് തടഞ്ഞു. CITU ജില്ലാ പ്രസിഡന്റ് VP കുഞ്ഞികൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 10 വർഷം കൊണ്ട് കേരളത്തിലെ വിദ്യുച്ഛക്തി ക്ഷാമം പൂർണ്ണമായി പരിഹരിച്ച് ഒരു മിച്ച സംസ്ഥാനമാക്കുക, വൈദ്യുതി രംഗത്ത് മിച്ച സംസ്ഥാനമാക്കുക എന്നുള്ള ഉന്നം വെച്ചുകൊണ്ട് കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റായിരുന്നു LDFന്റെ ഗവൺമെന്റ്. അതിനുവേണ്ടി വെള്ളത്തിൽ നിന്നുള്ള കറണ്ട് മാത്രമല്ല, ഏതെല്ലാം മേഖലയിൽ നിന്ന് കറണ്ട് ഉത്പാദിപ്പിക്കാൻ സാധിക്കുമോ, കാറ്റിൽ നിന്ന്, തിരമാലകളിൽ നിന്ന് വിദ്യുച്ഛക്തി. സംഘടനാ ജില്ലാ പ്രസിഡന്റ് KK ബാവ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി TK സിദ്ദിഖ്, C സുധീർ, U ഗോപിനാഥൻ, IM ശ്രീധരൻ, K ശ്രീധരൻ, K സത്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മീൻചന്ത OB റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട CPIMന്റെ നേതൃത്വത്തിൽ ബഹുജന ധർണ നടത്തി. മീൻചന്ത റെയിൽവേ ഗേറ്റിന് സമീപത്തായിരുന്നു ധർണ. മീൻചന്തയിൽ നിന്ന് പയ്യാനക്കലേക്കുള്ള OB റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് CPIMന്റെ ആഭിമുഖ്യത്തിൽ ബഹുജന ധർണ നടത്തിയത്. കൌൺസിലർ T ഹാസൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സാധാരണ രീതിയിൽ തന്നെ ആ പ്രദേശത്ത് വെള്ളം കെട്ടിക്കെട്ടുന്ന ഒരു സ്ഥിതിവിശേഷം എല്ലാ കാലവും അത് യഥാസമയം പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഈ മഴക്കാലത്തുണ്ടായ ദുർഗതി ഉണ്ടാകുമായിരുന്നില്ല. ഇവരുമായി ബന്ധപ്പെട്ട് പയ്യാനക്കൽ കേന്ദ്രീകരിച്ച് ജലപ്രക്ഷോഭങ്ങൾ നടന്നതിന്റെ ഫലമായി ഇതിനിടക്കാലത്തൊരു ഫണ്ട് അനുവദിക്കുകയും ടെൻഡറിലേക്ക് നീങ്ങുകയുമാണ്. അവർക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ പല കാരണങ്ങളാലും സർക്കാർ കഴിയാത്തതിന്റെ ഫലമായാണ് അവർക്ക് റീടെൻഡറിലേക്ക് പോയത്. ഇതിന്റെ ഫലമായി ഈ റോഡ് ഒരു വലിയ ദുരന്തത്തിലകപ്പെട്ടിട്ടുണ്ട്. M ബിജുലാൽ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ CP മുസാഫർ അഹമ്മദ്,
മേലടി നാരായണൻ, KV ശിവദാസൻ, N സദു തുടങ്ങിയവർ സംബന്ധിച്ചു. പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ ഖനനം ചെയ്യുന്നതിനായി ക്വാറികൾക്ക് ലൈസൻസ് നൽകുന്ന കാര്യം സർക്കാർ പരിഗണനയ്ക്കെടുക്കണമെന്ന് ഗ്രാജുവേറ്റ് അസോസിയേഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഇപ്പോൾ തന്നെ നിർമ്മാണ ചെലവ് 35% കൂടുതലാണെന്നും ഇനിയും ഈ സമരം തുടരുകയാണെങ്കിൽ നിർമ്മാണ മേഖല തകരുന്നതിന് യാതൊരു സംശയവുമില്ലെന്നും അന്യസംസ്ഥാനത്തെ തൊഴിലാളികൾ കേരളം വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നതും ഇത് പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെയും ചെറുകിട കച്ചവടക്കാരെയും ടെലികോം മേഖലയെയും ബാധിക്കുമെന്നും ഗ്രാജുവേറ്റ് അസോസിയേഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിൽ ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് കൺസ്ട്രക്ഷൻ. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകിടമറിക്കാവുന്ന ഈ പ്രവണത നമുക്ക് അവസാനിപ്പിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് കൺസ്ട്രക്ഷൻ മേഖല പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലാണ്. കോറി സമരവും സാനിന്റെ ലഭ്യമല്ലായ്മയും അതുപോലെ തന്നെ സ്റ്റീൽ, സിമന്റ് എന്നിവയുടെ വൻപിച്ച വിലക്കയറ്റവും ഇന്ന് നേരിടുന്ന പ്രശ്നം കോറി സമരം തന്നെയാണ് കാര്യമായി. കാരണം കോറിയിൽ നിന്നും പൂഴിയോ എംസാൻഡോ അതുപോലെ തന്നെ കരിങ്കല്ലുകളോ ഒന്നും തന്നെ ജല്ലിയൊന്നും കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. ഇന്ന് ഈ പ്രതിസന്ധി നിലനിൽക്കുന്നിടത്തോളം കാലം ഏകദേശം 17 ലക്ഷത്തോളം തൊഴിലാളികൾ ഉപജീവന മാർഗം തേടുന്ന ഈ മേഖലയിൽ പകുതിയോളം തൊഴിലാളികൾ ഇന്ന് തൊഴിലില്ലാതിരിക്കുകയാണ്. പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത ഖനനം ചെയ്യുന്നതിന് ക്വാറികൾക്ക് ലൈസൻസ് കൊടുക്കുന്ന കാര്യം സുതാര്യമാക്കണമെന്നും പുഴയിലെ മണലിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് ഇപ്പോൾ ലഭിക്കുന്നതിലും കൂടുതൽ മണലെടുക്കാൻ അനുമതി നൽകണമെന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മാർബിൾ, ഗ്രാനൈറ്റ് പോലുള്ള നിർമ്മാണ വസ്തുക്കൾ കൊണ്ടുവരുന്നതുപോലെ മണലും കൊണ്ടുവരാനുള്ള അനുമതി നൽകണമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഷാജു കൊമ്പലത്ത്, ആഷിഖ് പാറൽ, AP വിനോദ് കുമാർ, ഷീജ് വെൺമാറത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പഴശ്ശി പൈതൃക സ്മാരകം കുറ്റ്യാടിയിൽ യാഥാർത്ഥ്യമാകുന്നു. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയ രജിസ്ട്രാർ ഓഫീസാണ് പൈതൃക സ്മാരകമാക്കുന്നത്. ഇതിന്റെ തുടർ നടപടികൾക്കായി പുരാവസ്തു വകുപ്പിന്റെ കൺസർവേഷൻ എഞ്ചിനീയേഴ്സ് അടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിച്ചു. നിരന്തരമായ ആവശ്യങ്ങൾക്കൊടുവിൽ കുറ്റ്യാടിയിലെ പഴശ്ശി പൈതൃക സ്മാരകമെന്ന ജനങ്ങളുടെ സ്വപ്നമാണ് ഒടുവിൽ യാഥാർത്ഥ്യമാവുന്നത്. കുറ്റ്യാടിയിൽ 1822 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയ രജിസ്ട്രാർ ഓഫീസ് കെട്ടിടമാണ് പഴശ്ശി പൈതൃക സ്മാരകമാക്കുന്നത്. 2013 പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത കെട്ടിടം അന്ന് സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ബുധനാഴ്ച പുരാവസ്തു വകുപ്പ് കൺസർവേഷൻ എഞ്ചിനീയർമാർ കുറ്റ്യാടിയിലെ ഈ കെട്ടിടം സന്ദർശിച്ചത്. KK ലതിക MLA, കൺസർവേഷൻ എഞ്ചിനീയർ VS സതീഷ്, പുരാവസ്തു വകുപ്പ് ഡയറക്ടർ J പ്രേംകുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. പഴശ്ശി സ്മാരകത്തിന്റെ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്നാണ് സംഘം അറിയിച്ചിരിക്കുന്നത്. മാസ് ഖത്തർ 10ാം വാർഷികവും സുവനീർ പ്രകാശനവും മുള്ളൻകുന്ന് സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്നു. EK വിജയൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാസ് ഖത്തർ 10ാം വാർഷികവും സുവനീർ പ്രകാശനവുമാണ് മുള്ളൻകുന്ന് സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്നത്. EK വിജയൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ അക്ബർ കക്കട്ടിൽ പുസ്തകം ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സജിത്, ബിനു ആറ്റുശ്ശേരി, ഫാദർ ജോസ് വടക്കേടം, ജോഷി കടുക്കയം, ജോൺ പുതുക്കുഴി, KK നന്ദനൻ, K ശ്രീധരൻ മാസ്റ്റർ, K സൈനുദ്ദീൻ, PP രാജൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വരേണ്ടി വന്നതുകൊണ്ടാണ് താമസം നേരിട്ടത്. പൊതുവെ സമയം വഹിക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ ഇവിടെ സ്വാഗതത്തിലും തുടർന്ന് അധ്യക്ഷനും മാസിന്റെ മുഖ്യ ഭാരവാഹികളായ എന്റെ ബഹുമാന്യ സുഹൃത്തുക്കൾ ശ്രീമാൻ ജെയിംസ് നെടുമങ്ങയും KP നൂറുദ്ദീനും മാസ് ഖത്തറിനെ കുറിച്ച് ഒരു ചെറിയ രൂപരേഖ നമുക്ക് നൽകിയിട്ടുണ്ട്. മാസിനെ കുറിച്ച് നന്നായി അറിയാവുന്നവരുമാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. എടക്കാട് സ്വകാര്യ ആശുപത്രി നിർമ്മാണം അനധികൃതമാണെന്നാരോപിച്ച സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പുതിയങ്ങാടി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് M മോഹൻ മാസ്റ്റർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു.
എടക്കാട് സ്വകാര്യ ആശുപത്രി നിർമ്മാണത്തിനെതിരായി നടക്കുന്ന സമരം 60 ദിവസം പിന്നിട്ടു. സ്വകാര്യ ആശുപത്രി നിർമ്മാണത്തിനെതിരെ സമരസമിതിയുടെ നേതൃത്വത്തിൽ പുതിയങ്ങാടി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് M. മോഹനൻ മാസ്റ്റർ ധർണ ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർമാൻ MC. സുദേശ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി P. ജിജേന്ദ്രൻ, K. രത്നാകരൻ, പുഷ്പലത, P. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായുള്ള സംസ്ഥാന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം പറപ്പിൽ MM ഹൈസ്കൂളിൽ നടന്നു. SPG കാലിക്കറ്റ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, പറപ്പിൽ MM സ്കൂൾ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി സിറ്റി പോലീസ് കമ്മീഷണർ V. ജോർജ് ഉദ്ഘാടനം ചെയ്തു. കലാലയങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്ന് ഉപയോഗം തടയുക, രക്ഷിതാക്കളിൽ അവബോധം സൃഷ്ടിക്കുക, കവലകളിൽ നടക്കുന്ന ലഹരി ഉൽപ്പന്ന വ്യാപാരം തടയുക, തീരദേശ പ്രദേശത്ത് ലഹരി വിരുദ്ധ മനോഭാവം വളർത്തുക, സാമൂഹിക തിന്മകളും അക്രമവാസനകളും ഇല്ലായ്മ ചെയ്യുക തുടങ്ങി നിരവധി ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് MM ഹൈസ്കൂൾ SPGയും കാലിക്കറ്റ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സേഫ് ക്യാമ്പസ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം സിറ്റി പോലീസ് കമ്മീഷണർ V. ജോർജ് IPS ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് അബ്ദുൾ റൌഫ് അധ്യക്ഷത വഹിച്ചു. പീതാംബരൻ നായർ, ഡോക്ടർ നാസർ, ഡോക്ടർ MM ഗോപാലൻ, ബസീലിയ ഷംസുദ്ദീൻ, PM സലീം, ജാഫർ ബീഫി, അബൂബക്കർ, ആമിന ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓരോ പേരൻസിന്റെയും അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയും ഈ ചടങ്ങിന് വരാൻ ബാധ്യസ്ഥരാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തിരിച്ചടി ഈ സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തർ ചിന്തിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ സമയം പറയുമ്പോൾ കഴിഞ്ഞ 6 മാസം ഞാൻ വന്നിട്ട് 6 മാസമായി സിറ്റിയിലെ കമ്മീഷണർ ചാർജ് എടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ 1 മാസത്തെ കണക്കിന് 35ഓളം NDPS കേസാണ് യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തത്. ഇന്നലെ 5 ഇന്നലെ മാത്രം 5 കഞ്ചാവായിട്ട് 5 ആൾക്കാരെ യൂണിവേഴ്സിറ്റിയിൽ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം 35ഓളം, കഴിഞ്ഞ ഒറ്റ മാസത്തെ കണക്കാണ്. കഴിഞ്ഞ 35 മാസം 35ഓളം നാർക്കോട്ടിക് സബ്സ്റ്റൻസുമായിട്ടുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. 35 വ്യക്തികൾ. അപ്പോൾ ഇത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ഈ സൊസൈറ്റിയിൽ, നമ്മുടെ കോഴിക്കോട് സിറ്റിയിൽ വളരെ വ്യാപകമായ രീതിയിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടി വരും. നമ്മൾ തെറ്റ് ചെയ്യാനും അത് നമുക്കത് പൂർണ്ണമായിട്ട് അതിന് നമുക്ക് ലോ എൻഫോഴ്സിംഗ് ഏജൻസികൾക്ക് നിർത്താൻ സാധിക്കില്ല. 13ാമത് ദേശീയ സീനിയർ ടെന്നീസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. ടെന്നീസ് വോളിബോൾ അസോസിയേഷൻ പ്രസിഡന്റ് V. ഗബ്രിയേൽ യോഗം ഉദ്ഘാടനം ചെയ്തു. 13ാമത് ദേശീയ സീനിയർ ടെന്നീസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. ടെന്നീസ് വോളിബോൾ അസോസിയേഷൻ പ്രസിഡന്റ് V. ഗബ്രിയേൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. NE. ബാലകൃഷ്ണമാരാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി, സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റ് TP ദാസൻ, PT സുന്ദരൻ, മുഹമ്മദ് അഷ്റഫ്, PV നവീന്ദ്രൻ, മുഹമ്മദ് ബഷീർ, PM അബ്ദുറഹ്മാൻ, M. പത്മനാഭൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അപ്പം അതിൻ്റെ പിന്നാലെ വരണം. പക്ഷേ ഈ ഗെയിം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള നിലയിൽ ഉള്ള ഒരു പ്രവർത്തനം ഈ ദേശീയ ചാമ്പ്യൻഷിപ്പോടുകൂടി കേരളത്തിലാകെ ഉണ്ടാക്കാൻ ഈ ചാമ്പ്യൻഷിപ്പിന് കഴിയണം. മുത്തൂറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി കുട വിതരണം നടത്തി. 400ഓളം വിദ്യാർത്ഥികൾക്കാണ് കുട വിതരണം ചെയ്തത്. മാനാഞ്ചിറ മോഡൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 400 വിദ്യാർത്ഥികൾക്കാണ് മുത്തൂറ്റ് ഫിനാൻസിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യമായി കുട വിതരണം ചെയ്തത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുത്തൂറ്റ് ഫിനാൻസ് റീജിയണൽ മാനേജർ സായിനാഥ് ഉദ്ഘാടനം ചെയ്തു. ബാഗും മറ്റും കൊടുത്തപ്പോൾ വളരെ ഉപകാരപ്രദമായിരുന്നു. അത് ഞങ്ങൾ വളരെയധികം സന്തോഷമാണ്. തീർച്ചയായിട്ടും ഭാവിയിൽ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾക്ക് ചെയ്യണമെന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്യും. PTA പ്രസിഡന്റ് NA റസാഖ് അധ്യക്ഷത വഹിച്ചു. മുത്തൂറ്റ് ഫിനാൻസ് ചീഫ് മാനേജർ പ്രഭാകരൻ, ഹെഡ് മാസ്റ്റർ അർഷൻ, മൊയ്തീൻ കോയ, മുംതാസ്, നിഷ ടീച്ചർ, ദീപ ടീച്ചർ, വിനോദ് മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉറൂബ് ജന്മശതാബ്ദി ആഘോഷം ഓഗസ്റ്റ് 16-ന് നടക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഉറൂബ് സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉറൂബ് സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ഉറൂബ് ജന്മശതാബ്ദി ആഘോഷം ഈ മാസം 16 മുതൽ 21 വരെ നടക്കും. 16-ന് നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജന്മശതാബ്ദി ആഘോഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. ഉറൂബിന്റെ സംഭാവനകൾ വിലയിരുത്തുന്ന ചർച്ചകളും
സെമിനാറും ഡോക്യുമെന്ററിയുമെല്ലാം ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 16 ജില്ലയിൽ ക്ഷീര കർഷക സംഗമം സംഘടിപ്പിക്കുന്നു. ടൗൺ ഹാളിൽ നടത്തുന്ന സംഗമം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ക്ഷീരകർഷക സംഗമം ഈ മാസം 16 മുതൽ 18 വരെ പാലാഴിയിൽ നടക്കും. ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീരസഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്ഷീരകർഷക സംഗമം നടത്തുന്നത്. ക്ഷീരകർഷക സംഗമത്തിന്റെയും പാലാഴി ക്ഷീരോത്പാദക സഹകരണ സംഘം തയ്യാറാക്കിയ ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ കം ഇൻഫർമേഷൻ സെന്ററിന്റെയും ഉദ്ഘാടനം ഈ മാസം 16 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. നമ്മളിന്ന് കോഴിയിറച്ചിയുടെ ആന്റിബയോട്ടിക്കും ഒക്കെ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ആഹാര രീതിയിൽ വരുത്താവുന്ന ഒരു മാറ്റമാണ്. നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ കൂടുതലായിട്ട് പനീറിന് നല്ല പ്രചാരമാണ്. നമ്മുടെ ഇവിടെ കല്യാണത്തിലെല്ലാം ഇറച്ചി തേടി പോകുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോയാൽ അവിടെ വിവാഹങ്ങളിലും പാർട്ടികളിലും എല്ലാം പ്രധാനം പനീറാണ്. ഈ പനീർ എന്ന ഇത് നമ്മളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ഈ ആന്റിബയോട്ടിക്സിന്റെയും ഇതിലേക്ക് ഇപ്പൊ നമ്മൾ പേടിച്ച് കോഴിയിറച്ചിയെ ആശ്രയിക്കേണ്ട സ്ഥിതി മാറിയിട്ട് വെജിറ്റേറിയൻസിന് പോലും ജന്തുജന്യ മാംസ്യം കിട്ടുന്നതിന് സഹായിക്കുന്ന ഘടകമാണ് പാൽ. PT റഹീം MLA പരിപാടിയിൽ അധ്യക്ഷത വഹിക്കും. ഈ മാസം 18 നടക്കുന്ന ക്ഷീരവികസന സെമിനാർ മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ സാധ്യത. യൂണിറ്റിന് 35 പൈസ മുതൽ 40 പൈസ വരെ വർദ്ധിപ്പിക്കാൻ വൈദ്യുതി ബോർഡിന് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ സാധ്യത. യൂണിറ്റിന് 35 പൈസ മുതൽ 40 പൈസ വരെ വർദ്ധിപ്പിക്കാനാണ് വൈദ്യുതി ബോർഡിന് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയത്. ഇതുവഴി ബോർഡിന് പ്രതിവർഷം 800 കോടി രൂപയുടെ അധിക വരുമാനമുണ്ടാകും. നിരക്ക് വർധന വ്യത്യസ്ത വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത രീതിയിലായിരിക്കും. 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് നിരക്ക് വർധനയില്ല. ഇത് യൂണിറ്റിന് 1.50 രൂപയായി തുടരും. എന്നാൽ ഈ ആനുകൂല്യം BPLകാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തും. ബോർഡിന് 2931 കോടി രൂപയുടെ വരുമാനക്കുറവുണ്ടെന്നാണ് കമ്മീഷൻ അറിയിച്ചിരുന്നത്. ഇതിന് ആനുപാതികമായി നിരക്ക് വർധന അനുവദിച്ചിരുന്നെങ്കിൽ യൂണിറ്റിന് 70 പൈസ വർദ്ധിപ്പിക്കുമായിരുന്നു. 1423 കോടി രൂപ കൂടുതൽ വരുമാനം ലഭ്യമാകുന്ന രീതിയിലുള്ള നിരക്ക് വർധനയാണ് ബോർഡ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ കമ്മീഷൻ അനുവദിച്ചത് 800 കോടി രൂപയുടെ അധിക വരുമാനം സമാഹരിക്കാനാണ്. ബാക്കി തുക മറ്റു മാർഗങ്ങളിലൂടെ ബോർഡ് സമാഹരിക്കണം. ഉയർന്ന വരുമാനക്കാർക്ക് സബ്സിഡി നിരക്കിൽ വൈദ്യുതി നൽകുന്നത് കർശനമായി വിലക്കണമെന്നും കമ്മീഷൻ പുതുതായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ വാർത്താ വായന മത്സരത്തിന്റെ സബ് ജില്ലാ മത്സരം അച്യുതൻ ഗേൾസ് സ്കൂളിൽ നടന്നു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 16ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച വാർത്താ വായന മത്സരം സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളിലെ വായനാശീലം വർദ്ധിപ്പിക്കുക, ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനം മുഴുവനും എല്ലാ ഹൈസ്കൂളുകളിലും 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്കൂൾ തല മത്സരം നടത്തിയതിനു ശേഷമാണ് സബ് ജില്ലാതല മത്സരം നടക്കുന്നത്. കുട്ടികളിൽ വായനയുടെ സ്കില്ലുണ്ടാക്കുകയും അതോടൊപ്പം നല്ല രീതിയിൽ വായന കൊണ്ടുപോവുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ന്യൂസ് റീഡിംഗ് കോമ്പറ്റീഷൻ എന്ന രീതിയിൽ കൊണ്ടുവന്നത്. എത്രയോ കുട്ടികൾ ഈ ന്യൂസ് റീഡിംഗ് കോമ്പറ്റീഷനിൽ വിജയികളാവുകയും ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തിട്ട് പലതരത്തിലും ആങ്കേഴ്സായിട്ടും അതേപോലെ തന്നെ അവതാരകരായിട്ടൊക്കെ മാറിയതായിട്ട് കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ കോഴിക്കോട് സിറ്റി ഉപജില്ലയുടെ മത്സരം ഇന്ന് അച്യുതൻ ഗേൾസിൽ വെച്ച് നടക്കുകയാണ്. സബ് ജില്ലാ സെക്രട്ടറിയാണ്. സോഷ്യൽ സയൻസിൻ്റെ ഭാഗമായിട്ടാണ് ഈ മത്സരം നടക്കുന്നത്. സോഷ്യൽ സയൻസിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റിയുടെ സെക്രട്ടറി സബ് ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ. അപ്പം ഈ സബ് ജില്ലാ ഭാഗമായിട്ട് നടക്കുന്ന മത്സരത്തിൽ ഇന്ന് ജയിക്കുന്ന ഫസ്റ്റ് സെക്കൻഡ് കിട്ടുന്ന കുട്ടിക്ക് ജില്ലാതല മത്സരത്തിലേക്ക് പങ്കെടുക്കാം. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 18 വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 8, 9, 10 ക്ലാസുകളിലെ വിദ്യാർത്ഥികളെയാണ് മത്സരത്തിന് പരിഗണിക്കുക. മത്സരങ്ങളിൽ സബ് ജില്ലാ തലം മുതൽ സംസ്ഥാന തലം വരെ വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 10ാം തരത്തിൽ ഗ്രേസ് മാർക്കും ലഭ്യമാകും. സ്കൂൾ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് പൊക്കുന്ന് UP സ്കൂൾ. തങ്ങളുടെ ലീഡർക്ക് വോട്ട് രേഖപ്പെടുത്താൻ വിദ്യാർത്ഥികൾ ഒരു കൊച്ചു ഇലക്ഷൻ തയ്യാറെടുപ്പ് തന്നെ സ്കൂളിൽ നടത്തിയിരുന്നു. ഒരു പൊതു തിരഞ്ഞെടുപ്പിന്റെ തിരക്ക്. സ്ഥാനാർത്ഥികളെല്ലാവരും സ്കൂൾ യൂണിഫോമിൽ. സംഭവം പൊക്കുന്ന് ഗവൺമെന്റ് ഗണപത് UP സ്കൂളിലെ സ്കൂൾ ലീഡറുടെ സ്ഥാനത്തേക്കുള്ള മത്സരത്തിന്റെ ചൂടാണ്. 5 വിദ്യാർത്ഥികളാണ് മത്സരത്തിനുള്ളത്. അഭിനന്ദ്, ആയിഷ അംന, അഷ്വാക്കർ, സ്വാലിഹ്, ബിൻസി തുടങ്ങിയവർ. 6, 7 ക്ലാസുകളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ. സംഭവം സ്കൂൾ ഇലക്ഷൻ ആണെങ്കിലും സ്ഥാനാർത്ഥികളെല്ലാവരും വൻ തയ്യാറെടുപ്പിലാണ്. ജയിച്ചു കഴിഞ്ഞാൽ സ്കൂളിന് വേണ്ടി എന്ത് ചെയ്യണമെന്നതിന് വ്യക്തമായ ധാരണയുണ്ട്. സ്കൂളിലെ മാലിന്യമുക്തമാക്കുക, വിദ്യാർത്ഥികളിൽ അച്ചടക്കം വളർത്തിയെടുക്കുക തുടങ്ങി നിരവധി പദ്ധതികൾ.
എന്നാൽ സാധാരണ രാഷ്ട്രീയക്കാരുടെ പോലെ പരസ്പരം പാരവെപ്പോ മത്സരബുദ്ധിയോ ഈ കുരുന്നുകൾക്കില്ല. ആര് ജയിച്ചാലും സ്കൂളിൽ നല്ല പ്രവൃത്തികൾ നടക്കണം. ദിവസവും സ്കൂളിൽ പത്രങ്ങൾ വരുന്നതിനാൽ ഇന്ന് ലോകത്ത് നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചാലും ഇവരുടെ അടുത്ത് മറുപടിയുണ്ട്. ഗാസ വിഷയമായാലും ഇന്നത്തെ രാഷ്ട്രീയ വിഷയങ്ങളായാലും. ഗാസയിലെ കുട്ടികൾക്കായി ദിവസവും പ്രാർത്ഥിക്കുക മാത്രമാണ് ഇന്ത്യക്കാരായ നമുക്ക് സാധിക്കുക എന്ന ആയിഷ അമ്ന പറഞ്ഞു. ഇതിൽ പ്രധാനമന്ത്രി മോദി ശരിയായ രീതിയിൽ ഇടപെടുന്നില്ലെന്നും അദ്ദേഹം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും പറഞ്ഞത് 7ാം ക്ലാസ്സുകാരൻ സ്വാലിഹ്. ഇങ്ങനെ നീളുന്നു ഇവരുടെ വിശേഷങ്ങൾ. എന്തു തന്നെയായാലും ആര് ജയിച്ചാലും ആര് തോറ്റാലും പൊക്കുന്ന് ഗവൺമെന്റ് ഗണപതി UP സ്കൂളിനും നാടിനും നാട്ടുകാർക്കും ഒരു മുതൽക്കൂട്ട് തന്നെയാകും ഈ 5-അംഗ സംഘം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. +2 അഴിമതിയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട BJPയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച്. സപ്ലൈ കോഡ് ആക്ട് 2014 പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള CITUവിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളയിൽ വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തി. മീൻചന്ത OB റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട CPIMന്റെ നേതൃത്വത്തിൽ ബഹുജന ധർണ നടത്തി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.